ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ. നമ്മൾ ആദ്യം അവിടെ എത്തി ടിക്കറ്റ് എടുത്തു. അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു. ആ ഒരു നടത്തം ഏകദേശം 1.25 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് ആക്ച്വലി വലിയൊരു ഗാർഡൻ ആണ്. ഈ നേരെ കാണുന്ന റോട്ടിൽ നിന്ന് പിന്നെ ലെഫ്റ്റിക്കും റൈറ്റിക്കും ഒക്കെ പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ടെമ്പിൾ ഓഫ് ഹെവൻക്ക് വരേണ്ട ഏറ്റവും നല്ല സമയം സ്പ്രിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ കുറെ മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പൂന്തോട്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തെ നടത്തത്തിന് ശേഷം നമ്മൾ ടെമ്പിൾ ഓഫ് ഹെവന്റെ ഏകദേശം അടുത്തെത്തി. കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് ആ ഭീതിപ്പെടുത്തുന്ന കാഴ്ച ഞാൻ കണ്ടത്. ജനസാഗരമായിരുന്നു അവിടെ, ഒരുപാട് ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ തിക്കിത്തിരക്കി ടെമ്പിൾ ഓഫ് ഹെവനിലോട്ട് പോയി. ടെമ്പിൾ ഓഫ് ഹെവനെ പറ്റി എനിക്ക് മുന്നേ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വോൾ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ടെമ്പിൾ ഓഫ് ഹെവൻ. ഇനി ഇതിന്റെ അകത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷെങ്കിൽ അവിടെ എന്തോ ഇങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് തിക്കിലും തിരക്കിലും കയറിയിട്ട് അതും വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു അടിപൊളി കാഴ്ച കണ്ടു. ഈ താത്തനെ ഉണ്ടോ, എന്ത് ഹാപ്പിയാ. ഇന്റെ പോലെ തന്നെ ഈ താത്ത എക്സ്പ്രസ് ചെയ്യുന്നു, ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഞാൻ ഇത് നോക്കി കുറെ നേരം അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നടന്നു. നമ്മൾ നേരത്തെ കണ്ട ടെമ്പിളിനെ പോലെ തന്നെ വേറൊരു ടെമ്പിളും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ കുറെ ഡെക്കറേഷൻ ഒന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനടുത്തുനിന്ന്. ഈ ഒരു ടെമ്പിളിന്റെ തൊട്ടടുത്ത് വലിയൊരു മരമുണ്ട്. ആ മരത്തിന് ചുറ്റോറം ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സൈഡിലേക്ക് പോയി. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ആണ്. അത് കയറിയിട്ട് ഇതിന്റെ ഏറ്റവും നടുക്ക് ഒരു മാർബിൾ കഷ്ണം പോലെ ഒരു സാധനം, അതിന്റെ മുകളിൽ എല്ലാവരും കാല് വെച്ച് നിൽക്കണം. ഞാനും കുറച്ചു നേരം കാല് വെച്ച് നിന്ന് നോക്കി എന്താ സംഭവിക്കാന്ന് അറിയാലോ. അങ്ങനെ ഇതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. അതിന് ശേഷം നമ്മൾ ഒരു സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടുന്ന് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ മറന്നു. ആഫ്റ്റർ ഡിന്നർ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി.